ഇത് മാസ്റ്റർ മോട്ടോഴ്സിൽ നിന്ന് പറഞ്ഞാൽ ഹീറോൻ്റെ മാസ്ട്രോ പഴയ മോഡൽ മാസ്ട്രോ ആണ് വണ്ടി വർക്കിനായിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞത് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സെൽഫ് വർക്ക് ചെയ്യുള്ളൂ, അതാണ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ഉദ്ദേശിച്ചത്. പിന്നെ ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് ഉള്ളി. ഇപ്പോൾ നിലവിൽ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ പുതിയ ലൈനർ അടക്കണം, ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ക്യാമൊക്കെ ഒന്ന് വെച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്ക് വീല് ടയറൊക്കെ പുതിയതാണ്, ഹബിന് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി, എയർ ഫിൽറ്ററൊക്കെ ഇതുമ്പോൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ്. തന്നെയല്ല അത് പൊടി കയറി മൊത്തത്തിൽ ഫുള്ള് ബ്ലോക്കാണത്. ഇത് ശരിക്കും ഒരു ഗ്രീൻ ഷെയ്ഡാണ് കളറ്, പക്ഷേ പൊടി കയറിയിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിരുന്നു. അപ്പോൾ ശരിക്കും എയർ ഫിൽറ്ററും പ്ലഗും അതേപോലെ ഈ സെക്കൻഡറി ഫിൽറ്ററും കൂടി മാറ്റിയിടണം. സെക്കൻഡറി ഫിൽറ്ററൊക്കെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി മാറ്റിയിട്ട് വേണം നമുക്ക് അത് റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ചിനകത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് പൊടി നല്ല രീതിയിൽ പൊടി കയറി മൊത്തം ഇതിനകത്ത് ബെൽറ്റ് കത്തി പോകണി കാണുന്നത്, ഒരഞ്ഞ് പോകണി കാണുന്നത്. അത് നമ്മൾ എനിക്ക് മുമ്പ് വണ്ടി എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കഴിഞ്ഞ സർവീസിനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കംപ്ലയിൻറ്റ് ഇതിനകത്ത്. നിലവിൽ നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റൊക്കെ തന്നെയാണ്. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ക്ലച്ച് പുള്ളി വീലുണ്ടല്ലോ, ഈ കാണുന്ന വീലിൻ്റെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ പ്രോബ്ലം. ബെൽറ്റ് നിൽക്കാത്തതിൻ്റെ കാരണം അത് മൊത്തം അങ്ങനെ ചെത്തി എടുത്ത് പോകും. അത് ക്ലിയറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വീലുകൾ, ഡാമേജുള്ള വീലുകളെല്ലാം തന്നെ മാറ്റിയിട്ടൊക്കെ ബെൽറ്റ് മാറ്റിയിട്ടാലാണ് നിൽക്കുള്ളൂ. അതല്ലെങ്കിൽ തൽക്കാലം ഇങ്ങനെ തന്നെ ഉപയോഗിക്കുക. കുറേ കഴിയുമ്പോൾ ബെൽറ്റ് പൊട്ടിപ്പോവും, ബെൽറ്റ് നിൽക്കില്ല. അതാണ് മെയിൻ റീസൺ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്തു വരുമ്പോൾ അത്യാവശ്യം എമൗണ്ട് വന്ന കേസ് ആയതുകൊണ്ട് നമ്മളേക്ക് മുമ്പ് പറഞ്ഞപ്പോൾ തൽക്കാലം അത് ഒഴിവാക്ക്, തൽക്കാലം ഓടാവുന്ന കണ്ടീഷനിലേക്ക് ആക്കിയാൽ മതി എന്ന് പറഞ്ഞതും പ്രകാരം ആ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ. ഈ സർവീസിന് ഒഴിക്കുമ്പോൾ ഞാൻ പറയുന്നത് സെയിം തന്നെയാണ്. വീലുകൾ ഡാമേജാണ്, അത് മാറ്റിയാൽ തന്നെയാണ് നമുക്ക് ആ കംപ്ലയിൻറ്റ് ഇല്ലാണ്ട് ഓടാൻ പറ്റുള്ളൂ. അപ്പോൾ മാറ്റാനായിട്ട് ഉദ്ദേശിച്ചിട്ട് പറയാം, നമ്മളതനുസരിച്ചിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇട്ട് തരാം. അപ്പോൾ അതും പ്രകാരം ചെയ്യുകയാണെങ്കിൽ തന്നെയാണ് ക്ലിയർ ആവുള്ളൂ. പിന്നെ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ ലീക്കൊക്കെ ഉണ്ട്. ഗിയർ ബോക്സിൻ്റെ ഇവിടെ ചെറിയ ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഹെഡിൻ്റെ ഈ ഭാഗത്തും സൈഡിലൊക്കെ അത്യാവശ്യം നല്ല ലീക്കുണ്ട്. അത് അതിക്ക് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. കാരണം അത് ഫുള്ളായിട്ട് അഴിച്ചതിൻ്റെ ഗ്യാസ്കറ്റ്, ഉള്ളിലുള്ള ഗ്യാസ്കറ്റ് ഡാമേജുള്ളതൊക്കെ മാറ്റിയാലാണ് അത് റെഡി ആവുള്ളൂ. അതൊക്കെ നമുക്കൊരു ചിലവ് വന്ന കേസായതുകൊണ്ട് തൽക്കാലത്തേക്ക് മാറ്റി കൊണ്ടുപോകുന്നതാണ്. എപ്പോഴായാലും നമ്മളത് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ നിലവിൽ ക്ലച്ചിനകത്ത് നമ്മളിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക, അതാണ് നമുക്ക് ക്ലച്ചിൽ വരാം. ഇനി നേരെ ജോലി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബെൽറ്റ് ആദ്യം മാറണം, ക്ലച്ചിൻ്റെ ഈ വീലുകളൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ റീസെറ്റ് ചെയ്യാൻ, എന്നാലാണ് നിൽക്കുള്ളൂ കേട്ടോ. വണ്ടി ഓടിക്കുമ്പോൾ വലിയ ഉറവൊക്കെ വന്നതിൻ്റെ മെയിൻ റീസൺ അതൊക്കെയാണ്. എയർ ഫിൽറ്ററും ബ്ലോക്കാണ്, ക്ലച്ചിനകത്താണെങ്കിൽ ബെൽറ്റ് പിടിക്കാതെ ഓടി കളിക്കുകയാണ്, അതാണ് മെയിൻ റീസൺ. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയണം, അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ചോക്കുകളും ആക്സിലേറ്ററുകളൊക്കെ ചെക്ക് ചെയ്തു, വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ടിൽ ഇത് സൗണ്ട് വരുന്നുണ്ട്. അത് ലിങ്ക് പുഷൊക്കെ പോയി കിടക്കാം. ഈ ലിങ്കിൻ്റെയൊക്കെ പുഷ് നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട്, എത്രയും പ്ലേ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ബുഷ്, ഈ ഷോക്കിൻ്റെ ബുഷും പോയി കിടക്കണം. അപ്പോൾ ആ 2 ബുഷ് സെറ്റും കൂടി മാറ്റിയാലാണ് അത് റെഡി ആവുള്ളൂ. ഓൺ സെറ്റ് വലിയ കുഴപ്പമില്ല, ചെറിയ ടൈറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ബാറ്ററി 2025 ബാറ്ററിയാണ്, പുതിയ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത്. സെൽഫ് എടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മോട്ടറാണ് കംപ്ലയിൻറ്റ്. സെൽഫ് മോട്ടറിൻ്റെ കാർബൺ വന്ന ഭാഗമാണ് പ്രോബ്ലം. അപ്പോൾ നമ്മൾ ആ യൂണിറ്റ് ഇതേപോലെ മേടിക്കാനായിട്ട് കിട്ടും, അതങ്ങനെ മേടിച്ച് മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട്. എൻജിൻ ഓയിൽ ചെക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്, പക്ഷേ ഓയിൽ നോക്കുമ്പോൾ കളറൊക്കെ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, ലെവൽ പൊടിക്ക് കുറവുണ്ട്. അപ്പോൾ തൽക്കാലം മാറ്റാൻ ഉദ്ദേശിക്കില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ലെവൽ ടോപ്പ് അപ്പ് ചെയ്ത് തരാം. എന്തായാലും ഓയിൽ ലീക്കാണ്, ഫുൾ ഓയിൽ ലീക്കാണ്, ഈ സൈഡൊക്കെ ലീക്കാണ്. കണ്ടോ, അതൊക്കെ അഴിച്ച് ചെയ്താലാണ് കംപ്ലീറ്റ് റെഡി ആവുള്ളൂ. ഇപ്പം അത്യാവശ്യം വേണ്ട വർക്കുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം. ഒന്ന്, നമുക്ക് മോട്ടർ റെഡിയാക്കി ഇടണം, അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ടോപ്പ് സെറ്റ് മാറ്റി റീസെറ്റ് ചെയ്യണം. പിന്നെ എയർ ഫിൽറ്റർ, പ്ലഗ്, സെക്കൻഡറി ഫിൽറ്റർ എല്ലാം ഡാമേജാണ്, അത് നമുക്ക് മാറ്റണം, അത്യാവശ്യമാണ്. ലിങ്കിൻ്റെ ബുഷുകൾ ശരിക്കും ബുഷ് സെറ്റ് ഫുള്ള് മാറ്റിയിട്ടാണ്, തൽക്കാലം കോളർ മാത്രം മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഗ്രീൻ ബുഷും മാറ്റിയിടാം. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ചിനകത്ത് കംപ്ലയിൻറ്റുകളാണ്, ബെൽറ്റ് കാര്യങ്ങളൊക്കെ, അത് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് പറയാം, ഞാൻ അതനുസരിച്ചൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം, ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തരാം. ഇത്ര ഭാഗം ചെയ്യുമ്പോൾ ഏകദേശം എത്ര വരുമെന്ന് നോക്കിയിട്ടേ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടാം കേട്ടോ. അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കും.